നിങ്ങളുടെ പരിചയത്തിൽ ഒരു ഫിഷിംഗ് ബോട്ട് ഓണറോ മത്സ്യത്തൊഴിലാളിയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാല സമയമാണല്ലോ. ഈ സമയത്ത് നിങ്ങളുടെ ബോട്ടിൽ ഉപയോഗിക്കുന്ന മറൈൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതായത് എക്കോ സൗണ്ടർ, GPS മുതലായ ഉപകരണങ്ങൾ നിങ്ങൾ സാധാരണ ഇത് ചെയ്യുന്നത് ബോട്ടിൽ നിന്ന് ഇത് അഴിച്ചിട്ട് ഒരു ചാക്കിലോ ബിഗ് ഷോപ്പറിലോ ആക്കിയിട്ട് വല്ല കട്ടിലിൻ്റെ അടിയിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് പതിവ്. അങ്ങനെ സൂക്ഷിച്ചാൽ ഉറപ്പായിട്ട് ഈ ഉപകരണങ്ങൾ ഈ 45-50 ദിവസം കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ കംപ്ലൈൻറ്റ് ആയി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഈ ഉപകരണങ്ങൾ ശരിക്കും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സാധനങ്ങളെല്ലാം ബോട്ടിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട്, ഉണക്ക തുണി കൊണ്ട് തുടച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിലോ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു പേപ്പർ കൊണ്ട് നല്ലോണം പൊതിഞ്ഞിട്ട് അത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ അധികം എയർ സർക്കുലേഷൻ വരാത്ത, നല്ല വേറെ പുറത്തെ മോയ്സ്ചറൊന്നും അകത്ത് കിടക്കാത്ത ടൈപ്പ് ഒരു ബോക്സിലേക്ക് മാറ്റി ആ ബോക്സ് സുരക്ഷിതമായ, അതായത് ഈർപ്പം ഇല്ലാത്ത, ഹ്യൂമിഡിറ്റി ഇല്ലാത്ത, വല്ല ഈർപ്പത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ തണുപ്പൊന്നും അടിക്കാത്ത ഏതെങ്കിലും നല്ല ഡ്രൈ ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേണം ഇത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഉപകരണങ്ങളെല്ലാം തന്നെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടർ സ്പ്ലാഷ് ഒന്നും വന്നാൽ എഫക്റ്റ് ചെയ്യാത്ത ടൈപ്പ് തന്നെയാണ്. നല്ല സീൽഡ് ആക്കി തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കാലപ്പഴക്കം കൊണ്ട് ഇതിന് ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും, പിന്നെ നമ്മൾ ഈ കടലിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഭയങ്കര ഉപ്പ് കണ്ടന്റ് കൂടുതലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇത് നിൽക്കണം. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 90% എക്യുപ്മെൻസിൻ്റെ ഉള്ളിൽ ഉപ്പിൻ്റെ കണ്ടന്റ് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഉപ്പിൻ്റെ കണ്ടന്റ്, ഉപ്പ് പിടിച്ചിരിക്കണം അല്ലെങ്കിൽ ഈർപ്പമായിട്ടൊക്കെയുള്ള ആ ഒരു കണ്ടന്റോട് കൂടി ഈ എക്യുപ്മെൻറ്റ്സ് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഇത് അതിൻ്റെ ഉള്ളിലിരുന്ന് ഉപ്പ് കൊണ്ട് ഈ ബോർഡൊക്കെ ദ്രവിച്ച് അല്ലെങ്കിൽ ഐസിയുടെ ഒക്കെ കാലൊക്കെ ദ്രവിച്ച് ഇത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ മോയ്സ്ചർ കയറിയിട്ടുണ്ട്, ഈർപ്പകത്ത് കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആയിട്ടും എന്നെയോ എന്നെ പോലെയുള്ള ഏതെങ്കിലും നല്ല ടെക്നീഷ്യയോ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരോട് ഇങ്ങനെ ഇത് കുറേ നാൾ വെറുതെ വെക്കാനുള്ളതാണ്, മോയ്സ്ചർ കയറിയിട്ടുണ്ടാകുന്ന സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് അഴിച്ച് നോക്കിയിട്ട് അത് ബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, മോയ്സ്ചർ കയറിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാവും, കുഴപ്പമില്ല. മോയ്സ്ചർ കയറിയിട്ടുണ്ടെങ്കിൽ അത് അഴിച്ച് നല്ലോണം വാഷ് ചെയ്തിട്ട് അത് ഒരു ബ്ലോവറിൻ്റെ സഹായത്തോടെ നല്ല രീതിയിൽ ചൂടാക്കി അതിൻ്റെ അകത്ത് മോയ്സ്ചറോ ഈർപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. ഒരു 300-400 ഡിഗ്രി വരെയൊക്കെ ചൂടാക്കും. അപ്പോൾ അതിൻ്റെ മോയ്സ്ചർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കത്തിപ്പോവുകയോ അല്ലെങ്കിൽ വേപ്പറായി പോവുകയൊക്കെ ചെയ്തോളും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു 40-50 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴും ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മര്യാദക്ക് വർക്ക് ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.